കൊച്ചിക്കാരി എച്ചായത്തി. അപ്പൊ ഇന്ന് നമ്മളുള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ എറണാകുളം മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തിരക്കാണ്. പക്ഷേ ഒരു ഫെസ്റ്റീവ് സീസൺ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ക്രൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രത്തോളം തിരക്കാണ്. അപ്പൊ ഇന്നത്തെ നമ്മളൊരു കൊച്ചിക്കാരി ആയിട്ട് പിന്നെ എറണാകുളം മാർക്കറ്റൊക്കെ കാണിച്ചില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. അപ്പൊ നമ്മളുടെ വീഡിയോ കാണുന്നവര് അബ്രോഡ് ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ എറണാകുളത്തിന് പുറത്തുള്ള ആളുകളുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് എല്ലാവരും ഒന്ന് കാണിക്കാന്നുള്ളത്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ട് പോകും. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം മാർക്കറ്റിന്റെ അകത്ത് വരുന്ന മേത്തർ ബസാറാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും, അതും വളരെ ചെറിയ പൈസക്കൊക്കെ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പും കൂടെ ഉണ്ട്. അവരിപ്പോ ഈ ഒരു ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് കടയൊക്കെ കുറച്ചൊന്ന് വേറൊരു ഷെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ അവിടെ ഭയങ്കര ക്രൗഡൊക്കെയാണ്. അത് കാണിച്ചു തരാം ഗൈസ്. അപ്പൊ മേത്തർ ബസാറിന്റെ അകത്ത് മാത്രമല്ല പുറത്ത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വഴിയോര കച്ചവടക്കാരുണ്ട്. അവരുടെ അടുത്തൊന്നും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചേച്ചി ഇതൊക്കെ എത്രയാ റേറ്റ്? 5 രൂപ. 5 രൂപ. 5 രൂപയുണ്ടോ അതിന് വരുന്ന ചെറു? ഇതെത്രയാ? 100. ഓക്കെ ഗൈസ്, ഈ കുഞ്ഞി ബെല്ലിനത് ഇതിനൊക്കെ 5 രൂപയൊക്കെ ഉണ്ടോ വരുന്നത്? ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇത് 100ആ? ഓക്കെ, കൊള്ളാല്ലേ. ഇതിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 റുപ്പീസ് ആണ്. പിന്നെ അതുപോലെ തന്നെ 10 രൂപയുടെ ഉണ്ട്, 20 രൂപയുടെ ഉണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങള് കുഞ്ഞു റേറ്റ്. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര അഫോർഡബിൾ ആണ് ഇവിടെ എല്ലാത്തിനും. ഇതൊക്കെയാ? അയ്യോടാ, 10 രൂപ 5 രൂപയൊക്കെ ഉണ്ട് റേറ്റ് വരുന്നത്. ഓക്കെ, എന്തോ പറഞ്ഞായിരുന്നു, ഹിന്ദി ആയതുകൊണ്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല. നിങ്ങളുടെ കൂടെ ഒന്ന് കാണിച്ചോട്ടെ ഞാൻ? നിങ്ങളുടെ അല്ല? ഓക്കെ, കുഴപ്പമില്ല. ഞാനപ്പ ഇതിലെ കൂടെ പോണ സമയത്ത് ഞാൻ എറണാകുളത്താണ്. ഇവിടെ വന്നപ്പോ വണ്ടി പാർക്ക് ചെയ്തപ്പോ കണ്ടതാണ് അതെ ഈ കാണുന്ന ഉണ്ണീഷോന്റെ ഒക്കെ ആ ഒരു സെറ്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നേ. കൊള്ളാം, അടിപൊളിയല്ലേ. പിന്നെ ഇത് കൂടാതെ വേറെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതൊക്കെ നോക്കിക്കേ, കണ്ട. ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ക്രിസ്മസിന്റെ ആ ഒരു ടൈമിലാണ് ഇതൊക്കെ കാണുന്നത്. ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യുന്ന സമയത്തുള്ള സാധനങ്ങൾ ഇതൊക്കെ. ഓക്കെ ഗൈസ്, നമുക്കിനി അടുത്ത കടയിലേക്ക് പോകാം. ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത് മേത്തർ ബസാറിന്റെ അകത്തേക്കാണ്. ഇവിടെ കടകളുണ്ട്, ഇതുണ്ട്, കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. ഇനിയിപ്പൊ നമ്മൾ ഒരുപാട് കടകൾ നമ്മൾ കാണാനായിട്ട് പോകുന്നു കേട്ടോ. കണ്ടോ എന്ത് രസം. ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒന്നും പറയാനായിട്ടില്ല. ഫുള്ളി മറ്റേ നമ്മള് ഈ പാർട്ടിക്കൊക്കെ പോയത്തെ അവസ്ഥയാണ്. ആയി നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് നമ്മൾ മറ്റേ ക്രിസ്മസ് ട്രീ വെക്കില്ലേ, ആ സമയത്ത് നമുക്ക് ഈ സാധനമൊക്കെ നമുക്ക് അതിൽ വെക്കാനായിട്ട് പറ്റും. അതെ അതെ അതെ, ഞാൻ തന്നെയാണ്. അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ ഷോപ്പ് എന്ന് പറഞ്ഞില്ലേ. അതിപ്പോ ഇവര് ഇവിടെ ഷീറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. യെസ് ഗൈസ്, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ട്രീ ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ, ഇതൊക്കെ നോർമലി നമ്മൾ ഇവിടെ ഉള്ള സാധനങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എറണാകുളം മേത്തർ ബസാറിന്റെ അകത്തുള്ള സാധാരണേനേക്കാളും കൂടുതലുള്ള തിരക്കും അതുപോലെ തന്നെ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള സാധനങ്ങളാണ് കാണിക്കാനായിട്ടുള്ളത്.
നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്ത് ഇവിടെ കയറ്റി. ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ്. എറണാകുളം മാർക്കറ്റിന്റെയും അതുപോലെ തന്നെ മേത്തർ ബസാറിന്റെ ഒക്കെ ഒരു പ്രത്യേകത അതാണ്. ഇവിടെ നമുക്ക് റീറ്റെയിലും ഉണ്ട്, പക്ഷെ മേത്തർ ബസാറിന്റെ അകത്ത് കൂടുതലും ഹോൾസെയിൽ ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ചില കടയിലൊക്കെ നമുക്ക് റീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ സൈഡിൽ കൂടെ എന്ന് പറഞ്ഞാൽ റെയിൻ കോട്ട്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കുന്ന ലേസ്, പിന്നെ നൂല്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡ്രസ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇല്ല, അതെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ കടയിൽ തന്നെ നമുക്ക് ഉണ്ടാവും ചിലപ്പോ. അതായത് എല്ലാം ഇരിക്കുന്നൊക്കെ ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കുന്ന നെറ്റ് ലേസും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം ഇപ്പൊ ഇവിടെ പുറത്തൊരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം ക്രൗഡ് കൂടുന്നതാണ് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ആ സെയിം ഷോപ്പ് പോലെ തന്നെ ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട് കണ്ടോ. ഈ കടയിലും അങ്ങനെ തന്നെയാണ്, നമുക്ക് ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഫ്രണ്ടിന്റെ കടയുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇവിടെയും കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, തട്ടുമുട്ടൊക്കെ കിട്ടും. അകത്തേക്ക് കയറാല, ദേ നിക്കണ്, ഇതാണ് എന്റെ ഫ്രണ്ട്. അവൻ കണ്ണാടിയൊക്കെ വെച്ചിട്ട് തിളങ്ങി നിക്കുവാണ്. നമുക്ക് എന്തായാലും അതിന്റെ അകത്തേക്ക് കയറാൻ പാ. എന്തായി, സുഖല്ലേടാ? അടിപൊളിയായിട്ട് തോന്നും. ഞാൻ വീഡിയോ എടുക്കണേണ്. അതെ, സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് പറഞ്ഞു തരൂ. എങ്ങനെയുണ്ട് സെയിൽ? എങ്ങനെയുണ്ട് ഇപ്പൊ? അത്യാവശ്യം സെയിലുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ ടോപ്പ് ഡോൾസ്. ഓക്കെ, അതല്ല, നമ്മൾ ഈ ഒരു ഫെസ്റ്റീവ് സീസൺ ആണ് ഭയങ്കര തിരക്കുന്നുണ്ട്, നമുക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. അയ്യോ അങ്ങനെ പപ്പാനിയുടെ ഡ്രസ്സ് മുതൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മള് വീട്ടിൽ അലങ്കരിക്കാനായിട്ടുള്ള സാധനങ്ങളുണ്ട്, പിന്നെ പുൽക്കൂട് സെറ്റ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ് ഇല്ലേ? എന്തൊക്കെയാണ് സ്റ്റോക്ക് ചെയ്തേക്കണെന്ന് പറഞ്ഞേ? ഡ്രസ് കാര്യങ്ങളാണ്. ഞങ്ങള് മെയിൻ ആയിട്ട് ചെയ്യുന്ന ഹോൾസെയിലാണ്. ഹോൾസെയിൽ പിന്നെ കൂട് എത്ര രൂപ മുതലുണ്ട് ഇവിടെ സാധനങ്ങൾ? 5 രൂപ മുതല് കേട്ടല്ലോ, 5 രൂപ മുതലുള്ള സാധനങ്ങൾ 1500, 2000 പല റേഞ്ചിലുണ്ട്. 5 രൂപ മുതൽ എത്ര വരെ? അത് 1500 രൂപ, 2000 പല റേഞ്ച്. പുലിക്കൂടിന്റെ ഒക്കെ വെറൈറ്റി. അപ്പൊ ഗൈസ്, അവൻ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ടാണ്. അപ്പൊ അവര് പറഞ്ഞ പോലെ 5 രൂപ മുതൽ 10,500 വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് അവർ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ നിറക്കും, കാരണം അത്രമാത്രം ക്രൗഡൊക്കെ ആയതുകൊണ്ടിട്ടാണ്. എനിക്ക് ഇതൊക്കെ കാണുമ്പോ നമുക്ക് പഴയ കാലങ്ങളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ ഈ മറ്റേ എന്താ പറയാ, പപ്പാനി കളിക്കൊക്കെ പോലെ ആ സംഭവം. ഇതൊക്കെ ഒരു സെറ്റ് ആയിട്ടാണ്. ഇതുണ്ടോ, കൊള്ളാല്ലേ? പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. ഇതേ കണ്ടല്ലോ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ കറന്റ് ഹോൾസെയിൽ ആണ് ഇവര് ചെയ്യണത്, പക്ഷെ ഇപ്പൊ ഇവിടെ ഇവര് കൂടുതലും റീറ്റെയിലും ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ സ്റ്റാർ ഒക്കെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പപ്പാനിയുടെ ഡ്രസ്സ്, ബാഗ്, പിന്നെ ക്യാപ്പ്, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഇവിടെ ഇനി ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, അതിന് മാത്രം സാധനങ്ങളാണ് ഇവിടെ. കുഞ്ഞി പുൽക്കൂടാന്ന് കേട്ടോ. അയ്യോ, എന്റെ പ്രൈസ് ഒന്നും എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അതും കൂടെ പറഞ്ഞു തന്നെ. എന്തായാലും ഒരു മേ ബി ഒരു 1000 ബിലോ ഒക്കെ വരത്തുള്ളൂ മിക്കവാറും. കണ്ടത് നോക്കിക്കേ, എന്തോ ഭയങ്കര ക്രൗഡാണ്. നിങ്ങൾക്ക് ഇതിലെ കൂടെ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം ആൾക്കാരാ പോണേന്നുള്ളത്. കണ്ടാ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ടോപ്പ് ഡോൾസിൽ വന്നിട്ട് ഇത്രയും ബിസി ആയിട്ട് ഞാൻ അവനെ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടില്ലേ,
ഹായ്. കൊള്ളാം, കൊറേ സാധനങ്ങളുണ്ട്. എനിക്ക് എന്താ പറഞ്ഞ് വർണ്ണിക്കണ്ടേന്നുള്ളത് എനിക്ക് ആക്ച്വലി എനിക്ക് കിട്ടുന്നില്ല. അതാണ് സംഭവം, മെയിൻ സംഭവം അതാണ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. യെസ്, കാണാം. ഇതൊക്കെ എത്രയാടാ ഇത്? 10 രൂപ. 10 രൂപ ഉള്ളത്? 10 രൂപ 5 രൂപ? എടാ ഇപ്പൊ പറഞ്ഞോലെ ഇത്. ഗൈസ്, ഇതാണ് അവരുടെ ഷോപ്പ്. ഇതാണ് യഥാർത്ഥത്തില് അവര് നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് അപ്പുറത്തൊരു ഷെഡും കൂടെ ഓപ്പൺ ചെയ്താണ്. ഇവിടെയും കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. എവിടെ പ്രസ് ചെയ്തത്? ഇവിടെ അല്ലേ? ആയി കൊള്ളാല്ല. നമുക്ക് എന്ത് രസമാണ്. വൈഡ് വെറൈറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ പ്രാവശ്യം ഓരോ ക്രിസ്മസ് വരുമ്പോഴത്തേക്ക് ഓരോരോ സാധനങ്ങളാണ്, അതും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ. ഇതൊന്നും നല്ല രസമില്ലേ കാണാൻ? ഓ ഗൈസ്, നമുക്കിനി അടുത്ത കടയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, അടുത്ത നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് ഓൾറെഡി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ ചേട്ടനില്ലേ? ചേട്ടാ അറിയോ? എന്താണ്, സുഖല്ലേ? ഓക്കെ. കച്ചവടമൊക്കെ ഉണ്ടായിരുന്നോ? വീഡിയോ ചെയ്തിട്ട് എന്തായിരുന്നു? ഹാപ്പിയാണോ? ഞങ്ങളെ ഇപ്പം ക്രിസ്മസ് ആണല്ലോ, അപ്പൊ ഞാൻ ഓർത്ത് തന്നാ പിന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച്, അതാണ് ഇങ്ങോട്ടേക്ക് വന്ന. അപ്പൊ നമ്മൾ ഇവിടത്തെ വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്, എല്ലാരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഓഫർ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ക്രിസ്മസിനോടനുബന്ധിച്ച്? ഓക്കെ ഓക്കെ. എന്താണ് വീഡിയോ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നോ? ഹാപ്പി, ഞാൻ ഹാപ്പി. ഹാപ്പിയാണോ? ഓക്കെ. അപ്പൊ നമ്മള് വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കസ്റ്റമർ വന്നായിരുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ. ക്രിസ്മസ് ആയിട്ട് എന്താണ് പരിപാടി? തിരക്കുണ്ടോ? നല്ല തിരക്കാ. ആ, ഇരിക്കാൻ സമയം കിട്ടാറില്ലെന്ന്. എന്താണ് പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു? ഓക്കെ. പർച്ചേസ് ചെയ്തായിരുന്നോ? ഓ കൊള്ളാട്ടാ. ഓ, നമ്മളുടെ വീഡിയോ ഇപ്പൊ ആളുകള് കാണുന്നുണ്ട്, നമുക്ക് കാണുന്നുണ്ട്, മനസ്സിലായി. യെസ്, ഞാൻ വിചാരിച്ചത് നമ്മളെ കുറെ പേര് കളിയാക്കിയായിരുന്നേ, അയ്യ നിനക്ക് വേറെ പണിയൊന്നുമില്ല പാത്രക്കടയൊക്കെ ചെയ്യാൻ എന്നുള്ളൊരു ഇത് കണ്ടന്റ് മാറ്റി പഠിച്ചപ്പാ. പക്ഷെ ഇപ്പൊ ഇത് ഇവിടെ വന്നറിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. കാരണം നമ്മള് കാരണം കച്ചവടം ഉണ്ടായല്ലോ. ഹാപ്പി. പോട്ടെ എന്നാ, വേറെന്തെങ്കിലും? ഓക്കെ. അപ്പൊ ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ചാ മതി, വരാട്ടാ. നമ്മളിനി അടുത്ത ഷോപ്പിലേക്ക് പോണേണേ. ഇവിടെ ഓരോ കടയൊക്കെ ഇരുന്ന് നമുക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ഫുള്ള് കളർഫുള്ളാണ്, അതാണ്. ഇതിന്റെ അകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ എന്റെ അമ്മോ, ഇപ്പുറത്തും കടകളുണ്ടേ. ഓ, എന്ത് രസാ കാണാനായിട്ട്. നമ്മള് വാതിലൊക്കെ സെറ്റ് ചെയ്യുന്ന റീത്തില്ലേ, ആ സാധനം ഉണ്ട്. നമുക്ക് മിക്കവാറും കോപ്പിറൈറ്റ് കിട്ടൂട്ടാ. ഈ വീഡിയോ മിക്കവാറും കോപ്പിറൈറ്റ് കിട്ടും. കാരണം ഇവിടെ മൊത്തം മറ്റേ പുഷ്പല പാട്ടും. അപ്പൊ നമ്മൾ അടുത്ത കട നിങ്ങൾക്ക് കാണിച്ചു തരുവാണേ. ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് വാൽനഷ്ടം. ക്രിസ്മസ് 25-ാം തീയതി ആണെങ്കിലും ഇവിടെ ഇപ്പോഴേ തിരക്കാണ്. നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? നീ ബ്ലോഗില് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, ഫേമസ് ആയിട്ടെ. എന്ത് രസത കാണാൻ. ചെറിയ ചെറിയ പാക്കറ്റിൽ വരെ നമുക്ക് ബോക്സ് ഒക്കെ അവൈലബിൾ. കണ്ട, ചെറുതുണ്ട്, വലുതുണ്ട്. കണ്ട,
അയ്യോ ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പണ്ട് നമ്മള് ട്രീയിലൊക്കെ തൂക്കിക്കൊണ്ട് ഇങ്ങനെ വിടർത്തിണ സാധനം ഇത്. ആപ്പിളാണ്. ഒരു കടയിൽ പോലും ആളുകൾ കേറാത്തായിട്ടില്ല. എല്ലാ കടയിലും ഫുള്ള് റഷാണ്. ഉണ്ടോ? പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഷോപ്പ് ഉണ്ട്. ഇതൊക്കെ മിക്കവാറും എനിക്ക് തോന്നുന്നു മേ ബി ഹോൾസെയിൽ ആയിരിക്കാം. ഓക്കെ, നേത്ര ബസാറിന്റെ അകത്ത് കൂടുതലും ഹോൾസെയിൽ കടകളാണ്. എന്റെ അമ്മ എന്ത് രസമോ കാണാനായിട്ട്. കണ്ടിട്ട് എന്റെ കണ്ണ് തള്ളിപ്പോകും. നോക്ക്, ഇതൊക്കെ കൊള്ളാട്ടാ. വലിയ ഉണ്ണീശോന്റെ സെറ്റില്ലേ, അതാണ്. അതാണ് ഒരു പുലിക്കൂട് അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ മറ്റേ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ കുഞ്ഞിതുണ്ടേ, കണ്ടാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറുത് വലുതൊന്നും ഇല്ല. നമുക്ക് എല്ലാ തരം സാധനങ്ങളും ഉണ്ട്. നോക്കി, ഇതിന്റെ ചെറുതാണ് ട്ടോ ഇത്. ചേട്ടാ ഈ കടയിലാണ്. ഇത് എത്രയാണ് ചേട്ടാ? 350 രൂപ. കുഞ്ഞി പുൽക്കൂട് സെറ്റിന് പറ്റിയതാണ് ട്ടാ. ഹാങ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട്. കുറെ സാധനങ്ങളുണ്ട്, ഒന്നും പറയില്ല. ഇതിന്റെ അകത്തേക്ക് നമുക്ക് കേറാൻ പറ്റത്തില്ല. അതാണ്, അത്രയും ക്രൗഡാണ് ഇവിടെ. നമുക്ക് ഇങ്ങോട്ട് പോയാൽ മതിയാ. ഇനി നമ്മൾ അടുത്തത് പരിചയപ്പെടുത്താൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ ട്രീസ് ആണ്. ഇത് കണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഞ്ഞൊക്കെ വീണിരിക്കുന്ന തരത്തിലുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. അതുപോലെ തന്നെ മഞ്ഞ് വീഴാത്ത ക്രിസ്മസ് ട്രീ ഉണ്ട്. അതാണ് ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രയും ക്രൗഡാണ് ഇവിടെ. കണ്ട, ഇതാണ് നമ്മൾ സ്നോ ഉള്ള ക്രിസ്മസ് ട്രീ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങള് തൂക്കിയതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് വരുന്ന ക്രിസ്മസ് ട്രീ ഉണ്ട്. ഇതൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റേറ്റ് എഴുതിയിട്ടില്ലാന്നോ മനസ്സിലാവണില്ല കേട്ടോ. എനിക്കിത് എന്താ എഴുതിയേക്കുന്നതെന്ന്. ഇതാ അതല്ലേ കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് മനസ്സിലാവുള്ളത് എന്താ കോഡാട്ടേണത്. റുപ്പീസിന്റെ അവിടെ കോഡ് എഴുതിയേക്കുന്നവര്. ഓക്കെ, നമ്മള് ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടോ, ഇവിടെ മൊത്തം ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ക്രിസ്മസ് ട്രീയിൽ നമുക്ക് തൂക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇല്ലേ, അതാണ്. അതൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് പച്ച കളർ ക്രിസ്മസ് ട്രീ വേണ്ടാന്നുണ്ടെങ്കിലേ ഇങ്ങനത്തെ കണ്ടോ, ഇങ്ങനത്തെ നമുക്ക് അവൈലബിൾ. കണ്ടോ, ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇങ്ങനത്തെ നമുക്ക് അവൈലബിൾ ആണ്. പറയാനില്ല, കുഞ്ഞി പപ്പാനി കേട്ടോ. ഇതിന്റെ അകത്ത് തന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും പപ്പാനികളുടെ സാധനങ്ങളാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ക്രിസ്മസിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ നേത്ര ബസാറിലേക്ക്, നമ്മുടെ എറണാകുളം മാർക്കറ്റിലേക്ക് നമ്മൾ വരണം. ഹലോ നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് വരണം, എന്നാലും നമുക്ക് ശരിക്കും മനസ്സിലാവും. കുഴപ്പമില്ലല്ലോ ഷൂട്ട് ചെയ്യണേ. കുറെ കടയുണ്ട്, എല്ലാ കടയിലും. ഇവിടെ എങ്ങനെ റേറ്റ് സ്റ്റാർട്ടിങ് ഒക്കെ ജസ്റ്റ് പറഞ്ഞാൽ മതി. 60 ഗൈസ്, 60 രൂപ മുതൽ ഇവിടെ സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? അവർ ചോദിക്കുമ്പോ അവർക്ക് മൈക്ക് കൊടുക്കും. എന്താണ് എന്റെ പേര് പറഞ്ഞതാണ് കേട്ടോ. ആരെ എവിടെ? എന്റെ ഫാൻ ബോയ് എവിടെ? ഹായ് ഗൈസ്, സുഖല്ലേ? അവരെന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്.
നിങ്ങൾ എന്റെ സബ്സ്ക്രൈബർ അല്ല? അല്ല. ആണോ? കാണാട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിപ്പോ ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, സോറി. ഓരോ കടയിലും ഓരോരോ വെറൈറ്റീസ് ആണ്. ആയ് കൊള്ളാല്ലേ, നമുക്ക് അതിന്റെ അകത്തും നോക്കാം. അതിൽ കുറെ നമുക്ക് മറ്റേ റീത്ത് പോലത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാവും. നോക്കാം ഗൈസ്. അപ്പൊ നമ്മൾ അടുത്തൊരു കടയിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറെ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്, പറഞ്ഞു മാത്രമേ ഉള്ളൂ. ആയ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഓരോ കടയിലും ഓരോരോ വെറൈറ്റീസ് ആണ്, അതാണ് സംഭവം. അതൊക്കെ കൊള്ളാല്ലേ, ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. കുഞ്ഞ് ക്രിസ്മസ് ട്രീ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവരുടെ അടുത്ത് ചോദിക്കാം. അവര് കസ്റ്റമർ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കാം. നമുക്ക് ചോദിച്ചു നോക്കാം എത്ര രൂപ മുതലാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, എന്താ പറയാ, ഇവിടെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും. അതാണ് ഒന്നത്തെ കാര്യം. വൈകിട്ടാകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഈ ക്രിസ്മസിന്റെ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ പറയേ വേണ്ട, ഇത്രയും തിരക്കാണ്. ബ്രോ, അതില്ലേ ഇവിടെ എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളതൊന്ന് ചേട്ടനറിയോ? അപ്പൊ കുഴപ്പമില്ല. ഗൈസ്, അപ്പൊ അവർക്ക് അറിയില്ല എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉള്ള കടകളില് അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അവരും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. കാരണം ക്രിസ്മസിന്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒന്നൊന്നര തിരക്കായിരിക്കും. അതാണ്. ഇനി നമ്മള് വേറൊരു ലോകത്തേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ഇങ്ങോട്ട് കേറി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാണോ രാവിലെയാണോ രാത്രിയാണോ ഒന്നും മനസ്സിലാവില്ല. വേണ്ട, അങ്ങോട്ട് വേണ്ട, നമുക്ക് ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ എന്റെ അമ്മേ, നക്ഷത്രങ്ങളുടെ ഒരു ലോകത്ത് പോയ പോലെ. കടന്നു പോയിക്കോ. മാല പറഞ്ഞ ചേച്ചി രസിലെ കാണാൻ. എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, ബിക്കോസ് ഞാനിത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ്. അതാണ്. ഗൈസ്, കട തീർന്നു, ഇവിടം വരെ ഉള്ളു. അതെ ഗൈസ്, നമുക്ക് നോക്കാം. തീർന്ന ഓക്കെ ഗൈസ്, വഴി തീർന്നു. അപ്പൊ നമുക്ക് അടുത്ത കടയില് അവിടെ എങ്ങനെ നോക്കാം. അപ്പൊ വഴി തീർന്നെടുത്ത് നമ്മൾ അടുത്ത കടയിലേക്ക് പോവാണേ. എന്തോരം വെറൈറ്റി സാധനങ്ങളാണല്ലേ ഗൈസ്. നിങ്ങൾ ക്രിസ്മസ്, ഓണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോണ്ടല്ലോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നോ, ഉറപ്പാണ്. കാരണം എന്താണെന്ന് അറിയാം, അതിനും മാത്രം കളക്ഷൻസും അഫോർഡബിൾ പ്രൈസും നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ. എന്താ വെറൈറ്റി സാധനങ്ങളല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞങ്ങൾ എറണാകുളംകാർക്ക്, കോഴിക്കോടുകാർക്ക് മിഠായി തെരുവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എറണാകുളംകാർക്ക് മേക്കർ ബസാർ എന്ന് പറഞ്ഞു. യെസ്, ഞങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. ക്രൗഡിന്റെ ഇടയ്ക്ക് ഇന്ന് പറയല് കുറച്ച് ടാസ്ക് ആണ് ഗൈസ്. കണ്ട ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്, നിങ്ങൾ നോക്കി വെച്ചു.
എന്നാ. ഇവിടെ ആക്ച്വലി ഒരുപാട് കടകളുണ്ട്. ഇപ്പൊ ക്രിസ്മസിന്റെ ഇതായത് കൊണ്ടിട്ട് ക്രിസ്മസിന്റെ ഒരുപാട് സാധനങ്ങളാണ് ഇപ്പൊ ഇവിടെ ഹാങ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടിട്ട് ഏത് കടയിൽ നിന്നൊന്നും ഇപ്പൊ മനസ്സിലാവുള്ള. ഉണ്ട്. ഇത് ആക്ച്വലി ഇത് വേറെ കടയാണ്. പക്ഷെ ഇവിടെ കൂടുതലും ഇപ്പൊ ക്രിസ്മസിന്റെ ആ ഒരു ടൈം ആയതുകൊണ്ടിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടൂട്ടാ. ഇവിടെ കുറച്ച് തിരക്ക് കുറവുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടെ ഉള്ളിലേക്ക് ആയതുകൊണ്ടിട്ടായിരിക്കാം. കണ്ട് ഇങ്ങനത്തെ ഷോപ്പൊക്കെ ഉണ്ട് നമുക്കിത്. ഇത് മറ്റേ നമ്മളുടെ എന്ത് പറഞ്ഞതിന്റെ പേര്, ഈ ഗോൾഡ് കവറിങ് ഒക്കെ പോലത്തെ കടകളെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഗോൾഡ് കവറിങ്ങിന്റെ ആണ്. ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ. ഇതിപ്പോ ഇങ്ങനെ പുറത്തൊക്കെ ഇട്ടിട്ട് ഇപ്പൊ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ? ഞാനൊന്നും പറയുന്നില്ല, നിങ്ങള് എല്ലാം കണ്ട് ആസ്വദിക്കുക. വേണ്ട, ഇത് മറ്റേ നമ്മളെ ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കുന്ന ലേസിന്റെ ഒക്കെ ഷോപ്പാണ് ട്ടോ ഇത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സാധനം കിട്ടും, ഉറപ്പാണ്. അതിനും മാത്രം സാധനങ്ങളാണ്. കാരണം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും. എറണാകുളത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിന്നാണ് ഓരോരോ ഷോപ്പിലേക്ക്, എന്നാൽ നമ്മളുടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ള ഷോപ്പിലേക്ക് ഇവിടെ നിന്നാണ് ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അയ്യോ തീർന്നോ? ഇല്ല എന്ത് രസമോ കടകളൊക്കെ കാണാനായിട്ട്. ഇതെന്ത് ഇത്? നമ്മളീ മറ്റേ പപ്പാനി കളിക്കൊക്കെ പോലെ, അപ്പൊ നമുക്ക് വെക്കാൻ പറ്റിയതാണ് ഇതൊക്കെ. ഞാൻ ഇവിടുത്തെ കടകളിലൊക്കെ ഞാൻ വരാറുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇവിടെ നിന്നും എന്താണ് മറ്റേ ഈ എന്താ പറയാ ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ കൂടുതലും ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞു കിട്ടും. അതാണ് കേട്ടോ. എന്റെ ക്യാമറമാൻ ഇപ്പൊ വീണാന്. നമ്മള് കറങ്ങിത്തിരിഞ്ഞ് അവിടെ തന്നെ എത്തി. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നമ്മൾ വന്നു ഗൈസ്. അവിടെ പോണോ? അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ആരാത്? ആ നീ ഇവിടുന്ന ഞാൻ ഇത്രയും നാൾ ഇവിടെ വന്നിട്ട് ഇവൻ ഈ ഒരു ഇതില് നിങ്ങൾ ലൈക്ക് ദിസ് ബോസ് കളിക്കണ 20 rupees 20 ഇന്നിപ്പോ ഭയങ്കര ഡിമാൻഡാണ് ട്ടാ. ഇനിയിപ്പോ വരുമ്പോഴത്തേക്കും നീയാ വാ കേറുക. ഇപ്പഴാട്ടോ ചോദിക്കണം. ഓ എന്തൊരു ക്യൂട്ടാണ് ഇതൊക്കെ. വന്ന വില വെച്ച് കമ്പനി അടിച്ചു നോക്കിയാണ് റേറ്റ്.